ഭരണഘടന പഠിക്കുന്നതോടൊപ്പം നാം ഇസ്ലാമിനെയും ആധികാരികമായി തന്നെ പഠിക്കണം. ഇസ്ലാമിനെയും വളരെ ആധികാരികമായി തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം, സ്വാതന്ത്ര്യ സമരം നടന്നിരുന്ന കാലഘട്ടത്തിലുള്ള ചില പോരാട്ട ചിത്രങ്ങളെ പുനരാവിഷ്കരിക്കുവാൻ വേണ്ടി പച്ചബെൽട്ടണിയുന്ന ചില സുഹൃത്തുക്കളുണ്ട്. പച്ചബെൽട്ടണിഞ്ഞ് വാരിക്കുന്തം കയ്യിൽ പിടിച്ച് വേഷം കെട്ടി തെരുവിലാടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരോട് വളരെ വേദനയോട് ഞാൻ പറയുന്നു, ഇത് ഇസ്ലാമല്ല, ഇത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ഞങ്ങൾക്ക് SYS പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. RSSന്റെ സുഹൃത്തുക്കളോട് ഞങ്ങൾ പറയും, നിങ്ങൾ ഉണ്ടാക്കുന്നത് വിഭജനമാണ്. നിങ്ങൾ മനുഷ്യ മനസ്സുകളെ കീറിമുറിക്കുകയാണ്, മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുകയാണ്. നാം ഇന്ന് വരെ ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെ പോലെ കഴിഞ്ഞു വന്നവരാണ്. അങ്ങനെ പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെ പോലെ കഴിഞ്ഞു വന്ന ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വെറുപ്പുണ്ടാക്കരുത്, വൈരാഗ്യമുണ്ടാക്കരുത്, സ്നേഹക്കുറവ് പടർത്തരുത്, അപരത്വം നിർമ്മിക്കരുത്. അതുകൊണ്ട് SYS പ്രസ്ഥാനത്തിന് RSS സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് ഉറക്കെ പറയാൻ കഴിയും, നോ എന്ന് പറയാൻ ഞങ്ങൾക്ക് പ്രയാസമില്ല. സഹോദരങ്ങളെ, SDPI പ്രവർത്തകരോടും അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാരോടും വളരെ സ്നേഹത്തോടെ SYSന്റെ പ്രവർത്തകന്മാർ വിളിച്ചു പറയും, നോ, ഇത് ഞങ്ങളുടെ സംസ്കാരമല്ല, ഇത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ഭിന്നിപ്പിക്കുന്നത് ആരാണെങ്കിലും, വെറുപ്പ് പടർത്തുന്നത് ആരാണെങ്കിലും, വെറുപ്പ് പടർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണെങ്കിലും അവര് തന്നിൽപ്പെട്ടവരല്ല, അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല എന്ന് വിളിച്ചു പറഞ്ഞ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ് മുസ്ലിമീങ്ങൾ. അയൽപക്കത്തൊരുത്തൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ വയർ നിറച്ചുണ്ണുന്നവൻ മുസ്ലിമല്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ അനുയായികളാണ് മുസ്ലിമീങ്ങൾ. ആ അയൽപ്പക്കത്തിന്റെ വലുപ്പം എത്രയാണ്? 40 വീട് ചുറ്റളവാണ്. ഒരു മുസ്ലിം സഹോദരന്റെ 40 വീട് ചുറ്റളവിൽ ഏതെങ്കിലും ഒരുത്തൻ പട്ടിണി കിടക്കുന്നുവെങ്കിൽ അവിടെ വയർ നിറച്ചുണ്ണുന്നവൻ മുസ്ലിം അല്ല എന്ന് പഠിപ്പിച്ച സംസ്കാരമാണ് ഇസ്ലാമിന്റേത്. സഹോദരങ്ങളെ, ഈ അയൽപ്പക്കക്കാരൻ ഒരിക്കലും മുസ്ലിമല്ല. ഈ അയൽപ്പക്കക്കാരൻ മുസ്ലിമല്ല, മറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുള്ള അയൽപ്പക്കക്കാരൻ മനുഷ്യനാണ്. അവൻ ഹിന്ദുവായിരിക്കാം, അവൻ ക്രിസ്ത്യാനിയായിരിക്കാം, അവൻ പാഴ്സിയായിരിക്കാം, അവൻ ബുദ്ധനായിരിക്കാം, അവൻ ആരുമായിക്കൊള്ളട്ടെ. പട്ടിണിയുണ്ടോ? ഉണ്ടെങ്കിൽ മുസ്ലിമിന്റെ കഞ്ഞി അങ്ങോട്ട് പകർന്നു കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഈ അയൽപ്പക്കങ്ങൾക്കിടയിൽ വെറുപ്പ് പുലർത്തുന്നവൻ, അത് ഇസ്ലാമിന്റെ പേരിലാണെങ്കിലും, പച്ചബെൽട്ടണിഞ്ഞുകൊണ്ടാണെങ്കിലും, കള്ളിത്തുണി എടുത്തുകൊണ്ടാണെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ അംഗീകരിക്കുവാൻ ഈ SYS പ്രസ്ഥാനത്തിന് സാധിക്കുകയില്ല എന്ന കാര്യം ഈ മഹത്തായ സമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ RSS അംഗീകരിക്കില്ല, ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ അംഗീകരിക്കില്ല, ഞങ്ങൾ NDF-നെ അംഗീകരിക്കില്ല, ഞങ്ങൾ VHP അംഗീകരിക്കില്ല, ഞങ്ങൾ വർഗീയ ശക്തികളെ അംഗീകരിക്കില്ല. ഈ രാജ്യത്ത് സ്നേഹം എടുത്തു കളയാൻ വേണ്ടി, വെറുപ്പുണ്ടാക്കാൻ വേണ്ടി, ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ അവരെയെല്ലാം തിരസ്കരിക്കുവാനും ഒഴിവാക്കുവാനും ഈ പ്രസ്ഥാനത്തിന് ഇന്ന് വരെ സാധിച്ചിട്ടുണ്ട്, എന്നും അത് സാധിക്കുമെന്ന കാര്യം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമി സഹോദരങ്ങളെ അവസരം മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോടും ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മതരാഷ്ട്രവാദികളാണെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഇസ്ലാമിക കേരളത്തിൽ, മുസ്ലിം കേരളത്തിൽ നിങ്ങളുടെ മതരാഷ്ട്രവാദം ചെലവഴിക്കാമെന്നാണ് വിചാരമെങ്കിൽ പൗരത്വ പ്രതിഷേധ സമ്മേളനങ്ങളിലും പൗരത്വ സമര മുന്നേറ്റങ്ങളിലും സഹോദരങ്ങളെ നുഴഞ്ഞു കയറി മുസ്ലിം സഹോദരങ്ങളെയും ഹൈന്ദവ സഹോദരങ്ങളെയും തമ്മിലടുപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് കേരളത്തിൽ നടക്കുകയില്ല എന്ന കാര്യം SYS പ്രസ്ഥാനം മുന്നറിയിപ്പ് നൽകുകയാണ്. സലഫിസ്റ്റ് തീവ്രവാദികൾക്ക് നുഴഞ്ഞു കയറി പൗരത്വ സമരങ്ങളെ ചൂഷണം ചെയ്ത് ഉപയോഗപ്പെടുത്താമെന്ന സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് മുമ്പിൽ കത്തിവെക്കാൻ SYSന്റെ പ്രവർത്തകന്മാർ ശക്തരാണ് എന്ന കാര്യവും ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് സലഫിസ്റ്റുകളൊന്നുമല്ല, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി ഒന്നുമല്ല, ഞങ്ങൾക്ക് തീവ്രവാദികളൊന്നുമല്ല. ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് യഥാർത്ഥ ഇസ്ലാമിനെയാണ്, സത്യസന്ധമായ ഇസ്ലാമിനെയാണ്, പാരമ്പര്യ ഇസ്ലാമിനെയാണ്, സൂഫി ഇസ്ലാമിനെയാണ്.
ആ സൂഫി ഇസ്ലാമിന്റെ പ്രതിനിധിയായിരുന്നു മഹാനായ വാരിയങ്കുന്നം കുഞ്ഞഹമ്മദ് ഹാജി. ആ സൂഫി ഇസ്ലാമിന്റെ പ്രതിനിധിയായിരുന്നു മഹാനായ മമ്പുറം തങ്ങൾ. ആ സൂഫി ഇസ്ലാമിന്റെ പാരമ്പര്യ ഇസ്ലാമിന്റെ പ്രതിനിധിയായിരുന്നു മഹാനായ ആലി മുസ്ലിയാർ. ആ സൂഫി ഇസ്ലാമിന്റെ മഹത്തായ പ്രതിനിധിയായിരുന്നു മഹാനായ ആലി മുസ്ലിയാർ. സഹോദരങ്ങളെ, വെളിയങ്കോട് ഉമർ ഖാദി ഉൾപ്പെടെയുള്ള മഹാന്മാർ, അവരെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു സമരവും ഞങ്ങൾക്ക് നടക്കുകയില്ല. വാരിയങ്കുന്നം കുഞ്ഞഹമ്മദ് ഹാജിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എന്ത് സമരമാണ് സഹോദരങ്ങളെ, എന്ത് പോരാട്ടമാണ് സഹോദരങ്ങളെ കേരളത്തിൽ നമുക്ക് നടത്താനുള്ളത്? മമ്പുറം തങ്ങളെയും ആലി മുസ്ലിയാരെയും വെളിയങ്കോട് ഉമർ ഖാദിയെയും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള, അവരെ മുശ്രിക്കാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള, അവരെ ബഹുദൈവവാദികളായി ചിത്രീകരിച്ചുകൊണ്ടുള്ള, അവര് മാർഗഭ്രംശം സംഭവിച്ചവരാണെന്ന് അവതരിപ്പിച്ചുകൊണ്ടുള്ള, അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഏത് ശക്തിക്കാണ് കേരളത്തിലെ ഇസ്ലാമിന് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങളെ സമര പോരാട്ടങ്ങൾ നടത്താൻ കഴിയുക? അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ സുൽത്താനുൽ ഉലമക്ക് പിന്നിലാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ സുൽത്താനുൽ ഉലമക്ക് പിന്നിലാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ റഈസുൽ ഉലമക്ക് പിന്നിലാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ മുഹീസുന്നയുടെ പിന്നിലാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ബദ്റുസ് സാദാത്തിന്റെ പിന്നിലാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുവാനും ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുവാനും സാധിക്കും. അതുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഈ കറുത്ത നിയമങ്ങൾക്കെതിരെ, കിരാത നിയമങ്ങൾക്കെതിരെ, സഹോദരങ്ങളെ മനുഷ്യത്വരഹിതമായ ഈ നിയമങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ, ആ പോരാട്ടത്തിനിടയിൽ ചോര കുടിക്കാമെന്ന് വിചാരിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും. ഹൈന്ദവ സഹോദരങ്ങളോട്, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, മുസ്ലിമീങ്ങളെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാരെയും ഒരേപോലെ കാണുന്ന, രാജ്യത്തുള്ള മതേതര വിശ്വാസികളും മതനിരപേക്ഷവാദികളും ജനാധിപത്യ വിശ്വാസികളുമായിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളോടും ഞങ്ങൾ പറയുന്നു, തീവ്രവാദത്തെ ചൂണ്ടി മതരാഷ്ട്രവാദത്തിന്റെ അങ്കുലീപരിമിതമായ ചില ആളുകളെ ചൂണ്ടി, സലഫിസ്റ്റ് തീവ്രവാദത്തെ ചൂണ്ടി, സിറിയയിലേക്കോ മറ്റോ നാട് കടന്നിട്ടുള്ള ഏതാനും വഴിതെറ്റിയ ചെറുപ്പക്കാരെ ചൂണ്ടി, സഹോദരങ്ങളെ, നിങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കരുത്, നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തരുത്. ഇസ്ലാം അതല്ല. ഇസ്ലാം അതിനെ തിരസ്കരിച്ചിരിക്കുന്നു. ഇസ്ലാം സ്നേഹമാണ്, ഇസ്ലാം സമാധാനമാണ്, ഇസ്ലാം വെറുപ്പല്ല, ഇസ്ലാം ഉൾക്കൊള്ളലാണ്, ഇസ്ലാം ഒരിക്കലും തിരസ്കാരമല്ല. ഈ കാര്യം വളരെ സാന്ദർഭികമായി, അവസരോചിതമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് SYSന്റെ പ്രവർത്തകരോട്, SSFന്റെ പ്രവർത്തകന്മാരോട്, ഈ നേതൃത്വം, ഈ പ്രസ്ഥാനം എന്നും പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ സ്നേഹത്തിന്റെ കൂടെ നിൽക്കണം. നിങ്ങൾ വെറുപ്പിന്റെ പ്രതിനിധികളാകരുത്. ഭിന്നിപ്പിക്കാൻ പാടില്ല. കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇതിനു വേണ്ടിയാണ് ഈ സമ്മേളനവും ഈ പ്രമേയവും ഉദ്ഘോഷിക്കുന്നത് എന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, അല്ലാഹു തആല നമ്മുടെ ഈ രാജ്യമെന്ന ആശയം, ഇന്ത്യ എന്ന ഈ മഹത്തായ ആശയം, അത് അന്ത്യനാൾ വരെ നിലനിന്ന് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ, മറ്റു മതവിഭാഗങ്ങൾ, മുസ്ലിമീങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ ആരാണെങ്കിലും, അവര് താൽക്കാലികമായി വളരെ വളരെ ശക്തന്മാരാണെങ്കിലും, ഫറോവയെ മലർത്തിയടിച്ചതാണ് ഈ ചരിത്രം. നമ്രൂദിനെ വലിച്ചെറിഞ്ഞ ചരിത്രമുണ്ട് ഈ ചരിത്രത്തിന്. അങ്ങനെ ഫറോവയെയും നമ്രൂദിനെയും അബൂജഹലുമാരെയും തുരത്തുകയും മലർത്തിയടിക്കുകയും ചെയ്തിട്ടുള്ള, തോൽപ്പിച്ചിട്ടുള്ള ഈ ചരിത്രം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ജനവിരുദ്ധമായ, രാഷ്ട്രവിരുദ്ധമായ ഏത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെയും തിരിച്ചറിഞ്ഞ് തിരസ്കരിക്കുവാൻ ഈ രാജ്യത്തിന് സാധിക്കും. ഈ രാജ്യത്തിന്റെ മനസ്സ് മതേതരമാണ്. അതുകൊണ്ട് മതേതര വിരുദ്ധമായ മുഴുവൻ ദുഷ്ടശക്തികളെയും സ്വയം ചെറുക്കുവാനും സ്വയം തിരസ്കരിക്കുവാനും ഈ രാജ്യം ശക്തമാണ് എന്ന കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.